യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് എ ഗ്രൂപ്പിനും കടുത്ത അതൃപ്തിയെന്ന് റിപ്പോർട്ട്. എല്ലാം പിടിച്ചെടുക്കുന്ന കെ.സി. വേണുഗോപാൽ തന്ത്രം അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് എ ഗ്രൂപ്പ് പറയുന്നത്. ഹൈക്കമാൻഡിന് പരാതി നൽകാൻ നീക്കം നടക്കുന്നു. സലീം മാലിക്ക വീണ്ടും ചേരുന്നു തിരുവനന്തപുരത്ത്. സലീം, കെ.സി. വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി വളരെ സജീവമാണ്. എന്നാൽ വേണുഗോപാലിനെതിരെ പടയൊരുക്കം നടക്കുന്നുണ്ടോ? കെ.സി. വേണുഗോപാലിനെതിരെ കോൺഗ്രസിൽ കേരളത്തിൽ ഒരു പുതിയ സമവാക്യം രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അതിൽ ആദ്യഘട്ടത്തിൽ ഐ ഗ്രൂപ്പാണ് പരാതിയുമായി രംഗത്തെത്തിയതെങ്കിൽ എ ഗ്രൂപ്പും കടുത്ത എതിർപ്പാണ് നിലവിൽ പറയുന്നത്. കാരണം എ ഗ്രൂപ്പിന്റെ കയ്യിലിരുന്ന സ്ഥാനങ്ങളൊക്കെയും കെ.സി. വേണുഗോപാൽ പക്ഷക്കാർ പിടിച്ചെടുക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. അതിന്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിലും കണ്ടത്. O.J. ജനീഷ് കെ.സി. വേണുഗോപാൽ പക്ഷക്കാരനാണ്. ഒപ്പം തന്നെ O.J. ജനീഷിനെ അംഗീകരിക്കാമായിരുന്നു. പക്ഷേ അതിനോടൊപ്പം ഇല്ലാത്ത പദവിയാണ് വർക്കിംഗ് പ്രസിഡന്റ് എന്ന പദവി തന്നെ വിചിത്രമാണ് എന്നുള്ളതാണ് എ ഗ്രൂപ്പ് പറയുന്നത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് അതിലും ഒരു കെ.സി. വേണുഗോപാൽ പക്ഷക്കാരന് 2 പദവികൾ നൽകിയ 2ലും കെ.സി. വേണുഗോപാൽ പക്ഷക്കാരനെ തിരികെ കയറ്റുകയായിരുന്നു. മാത്രമല്ല, ഒരു മാസം മുൻപാണ് ബിനു ചുള്ളിയിലെ ദേശീയ സെക്രട്ടറി ആക്കിയത്. അതിന് പിന്നാലെ ഒരു മാസത്തിന് ശേഷം വർക്കിംഗ് പ്രസിഡന്റുമാകുന്നു. കെ.സി. വേണുഗോപാലിനൊപ്പം നിൽക്കുന്നവർക്ക് മാത്രമേ പദവിയും അംഗീകാരങ്ങളുമുള്ളൂ. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. എ ഗ്രൂപ്പിന്റെ കയ്യിൽ നാളുകളായി വർഷങ്ങളായിരുന്ന പദവികളാണ് കെ.സി. വേണുഗോപാൽ പക്ഷം തട്ടിയെടുക്കുന്നത് എന്നുള്ളതാണ് എ ഗ്രൂപ്പിന്റെ പരാതി. ഈ പ്രവണത അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. എ ഗ്രൂപ്പ് ഔദ്യോഗികമായി തന്നെ ഹൈക്കമാൻഡിന് പരാതി നൽകും. ഇതുമായി ബന്ധപ്പെട്ട് കെ.എം. അഭിജിത്ത് ഇതുവരെയും മാധ്യമങ്ങളുമായി സംസാരിച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ.എം. അഭിജിത്തിനും വലിയ എതിർപ്പുണ്ട്. ഏറ്റവും അവസാനം വരെയും അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന പേരുകളിലൊന്നാണ് കെ.എം. അഭിജിത്ത്. പക്ഷേ ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പോലും എതിർപ്പ് വ്യക്തമാണ്. ഇന്ന് കെ.എം. അഭിജിത്തും മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കുകയും ചെയ്തത്. അങ്ങനെ പാർട്ടിക്കുള്ളിൽ കെ.സി. വേണുഗോപാലിനെതിരെ വലിയ വികാരം ഇപ്പോൾ കേരളത്തിൽ ശക്തമാണ്. താങ്ക് യു. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.